ഏതാണ്ട് 20 വർഷത്തോളം വീൽ ചെയറിലായിരുന്ന ഒരമ്മ, 80 വയസ്സുണ്ട്. ഇവിടെ മക്കള് ഒക്കെ ഡോക്ടേഴ്സൊക്കെയാണ്. ആ അമ്മയുടെ മകള് യോഗയ്ക്ക് വന്ന ആദ്യം. അപ്പൊ ഇവരിങ്ങനെ ബ്രീത്തൊക്കെ ചെയ്യുന്ന കണ്ടപ്പോ എന്നോട് ഒരു ദിവസം പറഞ്ഞു, അവരെ ഇങ്ങോട്ടൊന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. ആ അമ്മ ചോദിച്ചു, ടീച്ചറെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാവോ? ഞാൻ പോയി. കാരണം എനിക്ക് അവർ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. 80 വയസ്സുള്ള ഒരു അമ്മ എന്നെ വിളിക്കാന്ന് പറഞ്ഞാൽ എനിക്കത് വലിയൊരു അംഗീകാരമായിട്ട് തോന്നി. അമ്മ അവരുടെ ട്രഡീഷണൽ ആയിട്ടൊരു ഡ്രസ്സൊക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അതൊക്കെ വെച്ച് ചെയ്തു. അമ്മയുടെ വാക്കിംഗ് സ്റ്റിക്ക് ഒക്കെ വെച്ച് ഞങ്ങൾ ബ്രീത്തൊക്കെ ചെയ്യാൻ തുടങ്ങി. സ്ട്രെച്ചൊക്കെ അവരോട് സ്ട്രെച്ച് ചെയ്യാൻ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടുന്ന് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അമ്മ യു ഹാവ് ടു യൂസ് ദ ഡ്രസ് ഓഫ് സക്കീന. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. മകളുടെ ട്രാക്ക് സ്യൂട്ടും ടീഷർട്ടും ഇട്ട് അമ്മ റെഡി ആയിട്ടിരിക്കുന്നു. 80 വയസ്സുള്ള അമ്മ റെഡി ആയിട്ടിരിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോ അമ്മ ഇവിടുന്ന് അബുദാബിക്ക് പോയി, സ്വന്തമായിട്ട് ഷോപ്പിങ്ങിന് പോയി. പറഞ്ഞ വിശ്വസിക്കോ? അതുപോലെ എനിക്ക് ദുബായിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ബെഡ്റിനായിട്ടുള്ളത്. അവർക്കൊക്കെ ഫിസിയോതെറാപ്പി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു ഘട്ടത്തിൽ അവർ നിർത്തിയിട്ടുള്ളവരൊക്കെ ആയിരിക്കും. പക്ഷെ ബ്രീത്ത്, ശ്വാസത്തിലാണ് എല്ലാം. ചില മുദ്രകളുണ്ട് യോഗയിൽ, യോഗ മുദ്രകളുണ്ട്. മുദ്രകൾ ചേർത്ത് ബ്രത്ത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെർവസ് സിസ്റ്റം ഒന്ന് റിജുവനേറ്റ് ചെയ്യും, റിനോവേറ്റ് ചെയ്യും, അത് എനർജൈസ് ചെയ്യും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വാക്കുകളിലുള്ള കോൺഫിഡൻസ്, അപ്പൊ അവർ പതുക്കെ നമ്മൾ കൈപിടിച്ചെഴുതൊക്കെ ഇങ്ങ് പോരും. ഇതൊന്നും എൻ്റെ അനുഭവങ്ങളാണ്, എൻ്റെ എന്താ പറയാ, എൻ്റെ മഹത്വമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് അവർ നേച്ചറുമായിട്ടുള്ള കണക്ഷനാണ്. നമുക്കതൊരു ഒരു ചാനലാകാൻ സാധിച്ചതിലാണ് എനിക്ക് സന്തോഷം. മാഡം ഈ യു എയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? യോഗയുടെ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്തിട്ട് എങ്ങനെയാണ് യു എക്കുള്ള ഒരു ജേർണി എങ്ങനെയാണ്? 2014 യു എയിൽ ഞാൻ എത്തുന്നത്. കോഴിക്കോട് ഞാൻ ലീഡ് ചെയ്തൊരു മെഡിറ്റേഷൻ ക്യാമ്പിൽ നിന്നും ദുബായിലുള്ള ഒരു മാർഷൽ ആർട്സ് അക്കാദമി ട്രെയിനിങ് പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം ദുബായ് എന്താണെന്നറിയില്ല, ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അക്കാദമിയിലെ സാറ് കണക്ട് ചെയ്ത ഈ വിസയും ടിക്കറ്റും ഒക്കെ എനിക്ക് തന്നത് ആളാണ് സമീർ. അപ്പോൾ ദുബായ് എന്താണ്, എങ്ങനെയാണ് പോകേണ്ടത്, എയർപോർട്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്ന ആളാണിത്. ഇവിടെ ഞാൻ വന്ന കൂടെ തന്നെ ഞാൻ 24-ാം തീയതി വന്നു, 28-ാം തീയതി സമീറും വന്നു. പിന്നെ ഞങ്ങള് അവരുടെ കൂടെ ജോയിൻ ചെയ്ത് ട്രെയിനിങ് പ്രോഗ്രാംസ് ആയി, കുട്ടികളുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ആയി അങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ഇവിടെ വന്ന് മെഡിറ്റേഷൻ മാത്രമല്ല, യോഗ, കുട്ടികൾക്കുള്ള തെറപ്പീസ്, ക്യാമ്പ്, കുട്ടികളുടെ ക്യാമ്പ്, കിഡ്സ് ക്യാമ്പുകൾ, സമ്മർ, വിന്റർ, സ്പ്രിംഗ് ക്യാമ്പുകൾ അനുസ്യൂതം 1 വർഷത്തിൽ 3 ക്യാമ്പുകൾ വീതം സംഘടിപ്പിച്ചു. അതിന്റെയൊക്കെ ഒരു ഉസ്താദാണ് സമീർ. കാരണം കുട്ടികളെ എങ്ങനെ ഫിറ്റ്നസ്, മൈൻഡ് ആൻഡ് ബോഡി ഫിറ്റ്നസ് ഫോർ ചിൽഡ്രൻ, ഞാൻ അത് മൈൻഡും മറ്റു തലങ്ങളും എടുക്കുന്ന സമയത്ത് സമീർ അതിന്റെ ഫിസിക്കൽ വേൾഡിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പിന്നീട് ഉണ്ടായ ഒരു കുറച്ച് നാളത്തെ ജേർണി. അതിനെക്കുറിച്ച് സമീർ പറയും. 2014 നിർഭാഗ്യവശാല ചാൻസ് കിട്ടി മാഡത്തിനെ പോലത്തെ ഒരാളെ പരിചയപ്പെടാനൊക്കെ. അവിടെ മാർഷൽ ആർട്സ് അക്കാദമി ജോയിൻ ചെയ്തു. ആക്ച്വലി ഞാൻ എന്റെ ഫീൽഡില് ഞാൻ നാട്ടിലെ കോളേജ് പ്രൊഫസറാണ്. ഞാൻ ഇലക്ട്രോണിക്സ് ആയിട്ട് കഴിഞ്ഞ 2012. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. എങ്ങനെ എനിക്ക് ദുബായിൽ എത്താൻ പറ്റും, എന്റെ ഏത് ഡിഗ്രി ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് ബെറ്റർ ഓപ്ഷൻ വന്നത്, ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ അവിടുത്തെ മാഷി ഗിരീഷ് പെരുന്തട്ട എന്ന വയനാട്ടിലെ ബ്ലാക്ക് എടുത്ത്. അപ്പോ ദുബായിൽ എത്താനൊരു ചാൻസ് കിട്ടിയത് ഈ ഫീൽഡിലായിരുന്നു. അപ്പോൾ അതേ സമയത്ത് പെട്ടെന്ന് ഒരു അവസരം കിട്ടി. നാട്ടിലെ ആ സമയത്ത് ഞാൻ പഠിത്തം 2012 കഴിഞ്ഞു. 2013-14 2 കമ്പനി ഓപ്പൺ ആക്കി. ആൽഫ ടൂർസ് ആൻഡ് ട്രാവൽസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സെന്റർ ആയ റാഡിക്സ് ടെക്നോളജീസ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദുബായി എത്തണം. ദുബായിലേക്ക് വരാനുള്ള ജേണി ഒരു വഴി കരാട്ടെ തിരഞ്ഞെടുത്തു. എന്റെ ആഗ്രഹം ഇവിടെ വന്നിട്ട് ഫിറ്റ്നസ് ആക്കുക, അതിൽ വരുന്ന കുട്ടികളെ പാരന്റ്സ് ഉണ്ടാവും, ഓരോ ബിസിനസ്സുകാരായിരിക്കും, അവർക്ക് നമുക്ക് സോഫ്റ്റ്വെയർ കൊടുക്കേണ്ടി വരും, അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, അവരുടെ മക്കളെ കരാട്ടെ പഠിപ്പിക്കേണ്ടി വരും, ഫിറ്റ്നസ് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ജേണിയിൽ അങ്ങനെ വന്നു. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഇവിടെ എങ്ങനെ മാഡത്തിനെ കൂടെ രണ്ടാമതും ആഫ്റ്റർ 14 വർഷത്തിന് ശേഷം ഇവിടെ
ഒരുമിച്ച് ഇങ്ങനെ പല കാര്യങ്ങളായിട്ട് ചെയ്തു പോകുന്നു. ഇവിടെ ഇപ്പൊ സമീർ ഫിറ്റ്നസ് അങ്ങനെ ഓൾറൗണ്ടറായിട്ട് നല്ല കോർഡിനേഷനാണ്. അതെ, എല്ലാവരുടെയും അവരുടെ ഹെൽത്തും വെൽത്തും കൂടെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സമീറിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതായിട്ട്, സ്വപ്നങ്ങൾ വളരെ വലുതാണ്. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്ന ഒരു കാര്യം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ക്യാമ്പ് നടത്തിയപ്പോൾ സമീറാണ് പോയി അവർ കണക്ട് ചെയ്ത് എങ്ങനെയാണ് ക്യാമ്പ്, എങ്ങനെയാണ് ഒരു മോർ ദാൻ 40 ആക്ടിവിറ്റീസ് വിതിൻ 1 മന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കും എന്ന് അവർ ചോദിച്ച സമയത്ത് സമീറിന്റെ ആൻസർ വളരെ കൃത്യമായിരുന്നു. ആ സമയം അങ്ങനെയാണ് ഞങ്ങൾ അത് ഇംപ്ലിമെന്റ് ചെയ്തത്. കാരണം ഇത്രയും വർഷങ്ങളിലെ എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളത് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു. ഇപ്പോഴ് സ്പെഷ്യൽ നീഡ് കുട്ടികൾക്കാണ് മോർ ഫോക്കസ് കൊടുക്കുന്നത്. കാരണം വളരെ ഇപ്പോഴത്തെ റിലവന്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, 10 കുട്ടികളെ നമ്മൾ നോക്കിയാൽ അവർക്ക് ADHD, സെർബൽ പാൾസി, ഓട്ടിസം, ഡൗൺ സിൻഡ്രോം തുടങ്ങിയിട്ടുള്ള നിരവധിയായ അസുഖങ്ങളെന്നല്ല, അത് ഒരു അവസ്ഥയാണത്. അങ്ങനെയുള്ളവർക്ക് അവരെ നോർമലിലേക്ക് കൊണ്ടുവരിക, പൂർണ്ണമായും ചിലപ്പം പറ്റിയില്ലെങ്കിലും സ്വന്തം കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏതെല്ലാം സെന്ററുകളിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ എന്താണ് കരിയർ പ്ലാൻസ് ഒക്കെ ഇവിടെ UAE?